ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ബേർഡ്സ്. യൂട്യൂബ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഞാൻ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എത്രയോ ദിവസമായിട്ടോ. ഇതും തലേ ദിവസം തന്നെ കിട്ടിയൊരു ഓർഡർ ആയിരുന്നു. റെഡ് വെൽവെറ്റ് ആയിരുന്നു ഫ്ലേവർ, ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ പിന്നെ ബേക്കറികളിലൊക്കെ കിട്ടുക എനിക്ക് തോന്നുന്നു പ്ലെയിൻ ആയിരിക്കും, ക്രീം ചീസ് ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണക്കാരുടെ മനസ്സിലൊക്കെ റെഡ് വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ കളറ് മാത്രമുള്ളൊരു കേക്ക് എന്നായിരിക്കേ. മോർ ഓവർ അതിൽ ആ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങ് വരുമ്പം എന്ത് ടേസ്റ്റാണല്ലേ. ഇതിങ്ങനെ കിടന്ന് കറങ്ങുന്ന കണ്ടില്ലേ. ഇത് തലേ ദിവസം തന്നെ വന്നൊരു ഓർഡർ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല റിലാക്സ്ഡ് ആയിട്ട് തന്നെ നല്ല ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ച്. കൂളിങ് കുറച്ച് കൂടിയതുകൊണ്ട് തന്നെ സൈഡിൽ ചെറിയൊരു ക്രാക്കൊക്കെ വന്നിട്ടുണ്ട്. കേക്കിൻ്റെ മോൾ ഭാഗം എന്താ ഇങ്ങനെ പ്ലെയിനായി കിടക്കുന്നതെന്ന് ചിന്തിക്കേണ്ട. ഇതൊരു ഫോട്ടോ പ്രിൻ്റ് വെച്ച് ചെയ്യാനുള്ള കേക്കായിരുന്നു. ഫോട്ടോ പ്രിൻ്റ് നമ്മൾ തലേ ദിവസം തന്നെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ എങ്ങനെ പ്ലേസ് ചെയ്യുന്നത് കാണിക്കാം. മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. ഷോപ്പുകളിൽ നിന്നൊക്കെ ഇങ്ങനൊരു കവറിലിട്ടിട്ടാണ് നമുക്ക് കിട്ടുക. അതിനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉരിച്ചെടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് പറ്റിക്കൊള്ളണമെന്നില്ല. ക്ലൈമറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല തണുത്തൊരു കാലാവസ്ഥയൊക്കെയാണ് പെട്ടെന്ന് തന്നെ പറ്റുമേ. ഞാൻ അതിനെ കുറച്ചുകൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മോൾ ഭാഗത്തിൻ്റെ, അതായത് കേക്കിൻ്റെ ഒരു സൈസ് ഉണ്ടാവുമല്ലോ, ആ സൈസിനേക്കാളും കുറച്ചുകൂടി ചെറുതാക്കിയിട്ടാണ് ഞാൻ സാധാരണ ഫോട്ടോ പ്രിൻ്റ് എടുക്കേണ്ടത്. ഞാനും അതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കാണുന്ന റെഡ് കളറിൽ കാണുന്ന ആ ഒരു ഫ്രെയിമിൻ്റെ കുറച്ച് പുറത്തോട്ടാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ആക്ച്വലി ഇത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് കേക്കിന് കറക്റ്റായിരിക്കും. ഇനിയിപ്പോൾ വലിയ സാഹസത്തിനൊന്നും നിൽക്കാത്തതാണ് നല്ലത്. ഇനി ഇതിനെ കൊണ്ടുപോയിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒരു 10 മിനിറ്റ് വെക്കാം. അതിന് ശേഷം നമ്മളിങ്ങനെ അടർത്തി എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. ഇതുപോലെ നമുക്കിങ്ങനെ പതുക്കെ അടർത്തിയെടുക്കാം. എങ്കിലും ഇതൊരു ഷുഗറിൻ്റെ ഒരു സംഭവം ആയതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. ഞാൻ ഇനി കേക്ക് എടുത്തിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പതുക്കെ എന്ത് ചെയ്യുക, നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. പക്ഷേ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അടർത്തി ആ പോർഷൻ വെച്ചിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് ഒന്നും കൂടി അങ്ങ് വലിച്ച സമയത്ത് അതിൻ്റെ ചെറിയൊരു കഷ്ണം പൊട്ടിപ്പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം സൈഡ് ആയതുകൊണ്ട് തന്നെ ബോർഡറൊക്കെ വരച്ചു കൊടുത്തിട്ട് ഒപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ വെക്കണ സ്ഥലമൊക്കെ ഒന്ന് നോക്കണം. അപ്പുറത്തും ഇപ്പുറത്തൊന്നും അധികമായിട്ട് പോകരുത്. ഇനിയിപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കളയാം. ഞാൻ പറഞ്ഞില്ലേ ആ കട്ടായി പോയി എന്ന് പറഞ്ഞ ഭാഗം, അതാണ് ആ വലതുവശത്ത് കാണുന്ന താഴെ കാണുന്നത്. ഇനി ആക്ച്വലി കസ്റ്റമർ എനിക്ക് തന്ന ഡിസൈന് ഇതേ അല്ലായിരുന്നേ. അവർ ക്രംസ് ഇടാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കെന്തോ ഒരു ഇഷ്ടം തോന്നിയില്ല. ചില സമയത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ നമുക്ക് കൺവീൻസ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷേ അവസാനം സംഭവം നല്ല ഭംഗിയിൽ വരണം എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇനി നമുക്ക് ഡിസൈന് കൊടുക്കാൻ നോക്കാം. നമുക്ക് മിസ്റ്റേക്ക് പറ്റിയ ആ ഭാഗത്തു നിന്നാണ് ഞാൻ സ്റ്റാർട്ടാക്കുന്നത്. ഈ ക്രീം കാണാൻ നല്ല റെഡിഷ് ആണെങ്കിലും ഇത് ആക്ച്വലി നമ്മൾ ഐസിങ് ബാഗിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ നല്ല റെഡ് കളറ് ജെൽ കളർ തന്നെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഉള്ളിൽ നമ്മൾ ലൈറ്റായിട്ടുള്ള ഒരു റെഡിൻ്റെ ക്രീമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പൈപ്പ് ചെയ്യണ സമയത്ത് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും നല്ല റെഡിഷ് ക്രീമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ മുഴുവൻ കേക്കിൻ്റെ ബോർഡേഴ്സും നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി നമുക്ക് ചില വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നല്ല ഇഷ്ടം തോന്നുമല്ലോ, അതുപോലെ എനിക്ക് നല്ല ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നൊരു വർക്കാണ് അത്. പിന്നെ കസ്റ്റമറോട് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല, പക്ഷെ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്, ടേസ്റ്റ് വൈസും അല്ലാതെയും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്. പിന്നെ ഈ ഒരു വർക്കിൽ ഞാനും വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.